Happy Life Hair Fixing. Lifestyle brought to you by Happy Life Hair Fixing. Change your destiny. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പത്തനംതിട്ട, റാന്നി, മുക്കുട്ടുതറ, ചിറ്റ. St. Mary's International, Kottayam, Kochi and Manchester, UK. and Josie's. നമസ്കാരം. കൈരളി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ഒരു നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് 2011 ലൈഫ് സ്റ്റൈലിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും ലൈഫ് സ്റ്റൈലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആദ്യം അതിഥിയാണ്. ഈ പുതുവർഷത്തിലെ നമ്മുടെ അതിഥി സെന്റ് മേരീസ് ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സാബു കുര്യനാണ്. ശ്രീ സാബു കുര്യൻ മന്നാകുളം, ഗ്ലോബൽ മലയാളി കൗൺസിൽ യൂറോപ്പ് ജനറൽ സെക്രട്ടറിയും മാഞ്ചസ്റ്ററിലെ ട്രഫോർഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റും സെന്റ് മേരീസ് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ സാബു കുര്യൻ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 2008 പ്രവാസി ഭാരതി കർമ്മരത്ന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം, ഹ്യൂമൻ റിസോഴ്സസ്, ടൂറിസം എന്നീ മേഖലകളിലൂടെ പ്രവർത്തിച്ച് 10,000-കണക്കിന് മലയാളികൾക്ക് യൂറോപ്പിൽ തൊഴിലവസരം സാധ്യമാക്കിയ ഏക മലയാളി കൂടിയാണ് ശ്രീ സാബു കുര്യൻ. പ്രവാസ ലോകത്തിന്, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് അവരുടേതായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വൻകിട പദ്ധതികൾക്കും മാർഗദർശി കൂടിയായ ഇദ്ദേഹത്തിന് പ്രവാസികളുടെയും നമ്മുടെ നാടിന്റെയും വികസനത്തിനായി തന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഗ്ലോബൽ മലയാളി കൗൺസിൽ യൂറോപ്യൻ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ സാബു കുര്യന്റെ കേരളത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പ്രവാസികളുടെ സ്വപ്നങ്ങളുമാണ് ലൈഫ് സ്റ്റൈലിന്റെ ഈ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം സർ. ഈ പുതുവർഷത്തിൽ സാറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും എൻ്റെ പുതുവത്സരാശംസകൾ. അതോടൊപ്പം തന്നെ ഈ കൈരളി ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. സർ, ഗ്ലോബൽ മലയാളി കൗൺസിൽ യൂറോപ്പ് ജനറൽ സെക്രട്ടറിയാണ് സർ. അതുപോലെ തന്നെ പ്രവാസി മലയാളികളുടെ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ നിലയിൽ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, 2011 ഈ പുതുവർഷത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് പ്രവാസികളുടെയും നമ്മുടെ നാടിൻ്റെയും ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി സാറിൻ്റെ മനസ്സിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വപ്നങ്ങളാണുള്ളത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവാസികളുടെ മനസ്സ് ഏത് രീതിയിലും കേരളത്തെ ഒരു വിദേശ രാജ്യവുമായി ഓർമ്മിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വിദേശ വികസനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കേരളത്തിലെ പ്രവാസികൾ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടുകയും അവിടെ കുടുംബസമേതം താമസിക്കുകയും ചെയ്യുന്ന ഏത് പ്രവാസിയുടെയും മനസ്സിൻ്റെ ആഗ്രഹം കുറച്ചുനാൾ കഴിയുമ്പോൾ നാട്ടിൽ വന്ന് വിദേശ രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യത്തോടുകൂടി കേരളത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നവർ. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന പത്തിന വികസന പരിപാടിയാണ്. അതായത് നമുക്ക് അത്യാവശ്യമായി ഇന്ന് കേരളത്തിലെ വികസന മേഖല നല്ല രീതിയിലേക്ക് വളർത്തേണ്ട ആവശ്യകത സമയം കഴിഞ്ഞിരിക്കുക.
അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പത്തിന വികസന പരിപാടി ഞങ്ങൾ ഊന്നി പറയുന്നത് ഇപ്പം നമ്മുടെ ടൂറിസം, നമ്മുടെ മെയിനായിട്ടുള്ള റോഡുകളുടെ വികസനം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ റോഡുകളുടെ വികസനം ഇന്ന് നാട്ടിൽ വന്നു കഴിയുമ്പം നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് വെളിയിലിറങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട്, നമ്മൾ ഇറങ്ങി നടക്കുന്ന റോഡുകളിൽ ഏത് സമയത്തും അപകടം പാതിയിരിക്കുന്ന കുണ്ടും കുഴിയുമായിട്ടിരിക്കുന്ന റോഡുകൾ. അപ്പം ഇവിടുത്തെ റോഡിൻ്റെ വികസനമാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം. അപ്പം റോഡിൻ്റെ വികസനത്തിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കിയാലേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് കോട്ടയത്തുനിന്ന് അല്ലെ ട്രിവാൻഡ്രം വരെ പോകുമ്പം നമ്മൾ സാധാരണ രീതിയിൽ 6-7 മണിക്കൂർ വേണം. പക്ഷേ ഒരു വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് 200 അല്ലെങ്കിൽ 150 മൈൽ നമുക്ക് ഓടിയെത്താൻ പറ്റും. പക്ഷേ അവിടെ ഒരു അപകട സാധ്യതയില്ല. കാരണം 2 സൈഡിലൂടെയും 2 വരി പാത അല്ലെങ്കിൽ 4 വരി പാത അവിടെ സജീവമാണ്. ആ റോഡുകൾ നല്ല രീതിയിൽ അവർ നിർമ്മിക്കപ്പെട്ടതിനാൽ വളരെ സേഫായിട്ട് പോകാൻ പറ്റും. അതിന് ഉദാഹരണം, കഴിഞ്ഞ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കൂട്ടം സ്കൂളിലേക്ക് പോയപ്പം ഒരു ട്രക്ക് വന്ന് കുട്ടികളെ പെട്ടെന്ന് കയറി ഇടിക്കുകയും ആ ഒരു 10-15 കുട്ടികൾ ഈ കഴിഞ്ഞ ഒരു 2 വർഷക്കാലം മുമ്പായത് കുട്ടികൾ മരിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരുവശത്തും നടവരിപ്പാത. അപ്പം റോഡിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശത്ത് നടവരിപ്പാത അല്പം ഉയരത്തിൽ, ഈ സ്ഥലത്ത് അല്പം ഉയരത്തിലുണ്ടെങ്കിൽ അപ്പം കുട്ടികളിലോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ അവരതിലൂടെ പോകും. അപ്പം ബസ്സോ ബാക്കിയുള്ള വാഹനങ്ങളോ വന്നാൽ അത് 2 വശത്തും ആയിട്ട് ആൾക്കാർക്ക് യാത്ര ചെയ്യാനും 2 വശത്തൂടെ വഴിനിരക്കൂടെ യാത്ര ചെയ്യാം, വാഹനങ്ങൾക്ക് സുഖമായി പോകാം. പിന്നെ ഇടയ്ക്കൂടെ ക്രോസിംഗ് ലെവൽ, അതായത് വഴികളുടെ ഇടയ്ക്ക് നമ്മളൊരു ക്രോസിംഗ്. അപ്പോൾ ആൾക്കാർക്ക് പോകാനുള്ള സ്ഥലത്ത് ലൈറ്റ് സിസ്റ്റം പറ്റിക്കൊണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള അവസരം. പിന്നെ 2 വഴിക്കും ഒരു ഡിവൈഡർ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല ഉന്നത വ്യക്തികളും പറഞ്ഞ് ഡിവൈഡർ വെക്കേണ്ട ആവശ്യമില്ല, അത് പൂന്തോട്ടം ഉണ്ടാക്കാനാണ്. പക്ഷേ പൂന്തോട്ടത്തിനല്ല, ഇവിടുന്ന് എതിരെ വരുന്ന വണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും എതിരെ വന്ന് നമ്മൾ വണ്ടിയെ ഇടിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിൽ ആ വഴിക്ക് വീതി ഉണ്ടെങ്കിൽ അവർ തന്നെ ഓവർടേക്ക്. അപ്പോൾ എതിരെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന എതിരെ വന്ന് വണ്ടി ഇടിച്ചും ഓവർടേക്ക് ചെയ്യുമ്പം എതിരെയുള്ള വണ്ടി ഇടിച്ചാൽ. അപ്പം ഇവിടെ മരണസംഖ്യ ഒരു 90% ഉള്ളപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലോ ഒരു 10% കിട്ടും. അത് റോഡ് അപകടം ഉണ്ടാകുന്ന അശ്രദ്ധ കൊണ്ടല്ല, ചില സമയത്തുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുകൂലമായി ചിലപ്പോൾ മഞ്ഞ് വീണ് കിടക്കും, അപ്പോൾ വണ്ടി മഞ്ഞ് സ്ലിപ്പാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളാണ് സാധാരണ വിദേശ രാജ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും മുന്നിൽ നമുക്കിവിടെ കേരളത്തിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട റോഡുകളുടെ വികസനം. അപ്പോൾ അതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം. ഈ സംവിധാനം ഉണ്ടാകുമ്പം തന്നെ നമ്മുടെ നാടിനൊരു വികസനമായി മാറും. അപ്പോൾ വിദേശികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പം നല്ല റോഡ് സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും വരാനുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സന്മനസ് അവർക്കുണ്ടാവും. ഇതാണ് ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് 1ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.